ഡോക്ടർ, ഈ കഫത്തിന്റെ കളറിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുമോ? ക്ലിയർ അല്ലെങ്കിൽ വെള്ള കളറിലെ കഫം നോർമൽ ആയോ ചെറിയ വൈറൽ പനികൾ അല്ലെങ്കിൽ അലർജി ഉള്ളപ്പോൾ കാണാം. മഞ്ഞയോ പച്ചയോ നിറത്തിലുള്ള കഫം യൂഷ്വലി ശ്വാസകോശത്തിൽ അണുബാധ ഉള്ളപ്പോഴാണ് വരുന്നത്. നമുക്ക് വരുന്ന മറ്റ് അനുബന്ധിച്ചിട്ടുള്ള ലക്ഷണങ്ങൾ, ബ്ലഡിന്റെ ടെസ്റ്റ്, അതൊക്കെ കണക്കിലെടുത്തിട്ട് വേണം ആന്റിബയോട്ടിക് വേണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. പുകവലിക്കാരിലും ചില ഫംഗൽ ഇൻഫെക്ഷൻസ് ഉള്ളപ്പോഴും നമുക്ക് കറുത്ത നിറത്തിലെ കഫവും കാണാം. ഡോക്ടർ, കഫത്തിൽ ബ്ലഡ് കാണുന്നത് ഭയങ്കര അപകടകരമായിട്ടുള്ള അവസ്ഥയാണോ? കഫത്തിൽ ബ്ലഡ് കാണുന്നതിനെ ഹീമോപ്റ്റൈസിസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഒരൊറ്റ തവണ മാത്രം പ്രത്യേകിച്ച് ശക്തിയായിട്ട് ചുമച്ചതിന് ശേഷം ചെറിയ അളവിൽ കാണുവാണെങ്കിൽ വലിയ പ്രശ്നമാകണമെന്നില്ല. പക്ഷെ കൂടെ വരിക, കൂടുതൽ അളവിൽ വരിക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. ഹീമോപ്റ്റൈസിസിന്റെ കോസസ് എന്ന് പറയുമ്പോൾ TB, അതുപോലുള്ള മറ്റു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, ഫംഗൽ ഇൻഫെക്ഷൻസ്, ബ്രോങ്കിക്ടസ് പോലുള്ള കണ്ടീഷൻസ്, പിന്നെ ലങ് ക്യാൻസർ കാരണം അനുസരിച്ചാണ് ചികിത്സ വരുന്നത്. ഉദാഹരണത്തിന് TBയും ന്യൂമോണിയ ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ആന്റിബയോട്ടിക്സ് കഴിക്കുക. ക്യാൻസർ ആണെങ്കിൽ കീമോതെറാപ്പിയോ റേഡിയോതെറാപ്പി അങ്ങനെയുള്ളത് നമ്മൾ എടുക്കാന്നുള്ളതാണ്. അതുകൊണ്ട് കഫത്തിൽ രക്തം കണ്ടെന്ന് വെച്ച് എല്ലാവരും പേടിക്കണം എന്നില്ല. പക്ഷെ അതിനെ നിസ്സാരമായിട്ട് തള്ളി കളയുകയും ചെയ്യരുത്. ഉടനെ തന്നെ ഒരു പൾമനോളജിസ്റ്റിനെ കാണാം.